വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ നാളെ കലാശപ്പോരാണ്. ആദ്യ കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ ഇറങ്ങുന്നു. ദക്ഷിണാഫ്രിക്കയാണ് എതിരാളികൾ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിട്ടും ലോക ക്രിക്കറ്റിനെ സംബന്ധിച്ചിട്ടും അത് ഇക്കാലം ഉടനീളം പുരുഷന്മാരുടേത് മാത്രമായിട്ടുള്ള ആഘോഷമായിരുന്നു. പുരുഷന്മാരുടെ സമ്പൂർണ്ണ ആധിപത്യമുള്ള ഒന്നായിരുന്നു ക്രിക്കറ്റിൽ. എല്ലാ തരത്തിലുള്ള പോരാട്ടം, അത് ടെസ്റ്റ് ക്രിക്കറ്റ് ആവട്ടെ, ഏകദിന ക്രിക്കറ്റ് ആവട്ടെ, 2020 ക്രിക്കറ്റ് ആവട്ടെ, ഇനി വരാൻ പോകുന്ന അതിൻ്റെ പരിഷ്കരിച്ച രൂപം ആവട്ടെ, എല്ലാറ്റിലും പുരുഷന്മാരുടേത് മാത്രമായിട്ടുള്ള വിജയക്കൊടികൾ പാറിച്ചിരുന്ന ഒന്നായിരുന്നു. വനിതാ ക്രിക്കറ്റ് വന്നപ്പോഴും അതൊക്കെ ആര് കാണാനാണ്? അതിലൂടെ സ്പോൺസർമാരെ ലഭിക്കുമോ? അതിന് പ്രേക്ഷകരുണ്ടാവുമോ? അതേക്കുറിച്ചുള്ള വാർത്തകൾ വായിക്കാൻ ആളുകളുണ്ടാവുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ വളരെയധികം അതിജീവിച്ചുകൊണ്ട് വനിതാ ക്രിക്കറ്റ് ലോകവ്യാപകമായിട്ട് പ്രശസ്തിയിലേക്ക് ഉയരുന്നു. അതിന് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഏറ്റവും അധികം ഊർജം പകർന്നതായിരുന്നു കഴിഞ്ഞ സെമി ഫൈനൽ മത്സരം. ആ സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയിലെ വനിതാ താരങ്ങൾ ഓസ്ട്രേലിയയുടെ അജയ്യരായിട്ടുള്ള, കീഴടക്കാൻ പറ്റാത്തവരെന്ന് കരുതപ്പെട്ടിരുന്ന അവരെ കീഴടക്കിയപ്പോൾ ആ മത്സരത്തിലേക്ക് വലിയ ശ്രദ്ധ വന്നു എന്ന് മാത്രമല്ല, ആ മത്സരം കാണാൻ അത്യാവശ്യം കൊള്ളാവുന്ന ആൾക്കൂട്ടം സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ നാളെ കലാശ പോരാട്ടത്തിൽ ആദ്യ കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഇറങ്ങുമ്പോൾ അത് പുരുഷന്മാരുടെ കളി അല്ലെങ്കിൽ പോലും ആ സ്റ്റേഡിയം പൂർണ്ണമായും തിങ്ങി നിറയാനും ഒപ്പം ടെലിവിഷനിലൂടെ കാണാനും ധാരാളം പേർ ഉണ്ടാവും. ഈ നടക്കാനിരിക്കുന്ന മത്സരത്തിൻ്റെ ആവേശം പങ്കുവയ്ക്കുന്നു KC ഉണ്ണികൃഷ്ണൻ. നാളെയാണ് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഫൈനൽ. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. വലിയ ആവേശം തന്നെയാണ് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനെ സംബന്ധിച്ച് ഉള്ളതെന്ന് എടുത്തു പറഞ്ഞ കാര്യം തന്നെയാണ്. എന്തായാലും സെമിയിൽ വലിയ ഒരു വിജയത്തോടു കൂടി തന്നെയാണ് ഇന്ത്യ ഫൈനലിൽ എത്തിയതെന്നതാണ് പറയുന്നത്. ഓസ്ട്രേലിയ തകർത്തുകൊണ്ടാണ്, മുൻ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ തകർത്തുകൊണ്ടാണ് ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത്. നാളെ വൈകിട്ട് 3 മണിക്ക് നവി മുംബൈയിലാണ് മത്സരം നടക്കുന്നത്. 2 തവണ കൈവിട്ട ലോകകപ്പിനാണ് ഇന്ത്യ കാത്തിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ ആരാധകരെല്ലാവരും തന്നെ ഈ മത്സരം ഇന്ത്യ ജയിക്കണമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളതെന്നാണ് പറയുന്നത്. കൂടാതെ DY പാട്ടീൽ സ്റ്റേഡിയം, നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയം ബാറ്റിങ്ങിനെ തുണയ്ക്കുന്ന ഒരു പിച്ചാണ്. അവിടെ മികച്ച മത്സരം പുറത്തെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ ഇറങ്ങുന്നത്. 2005-ലും 2017-ലും ഇന്ത്യ ഫൈനലിലെത്തിയിരുന്നു, വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഫൈനലിലെത്തിയിരുന്നു. പക്ഷേ അവിടെ പരാജയപ്പെട്ടു. അതിനുശേഷം ആണ് ഇന്ത്യ വീണ്ടും 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇന്ത്യ ഫൈനലിലേക്ക് എത്തുന്നത് എന്നതാണ് പറയുന്നത്. കലാശപ്പോരിന് ഇന്ത്യ എത്തുന്നത് 8 വർഷത്തിന് ശേഷമാണ് എന്ന പ്രത്യേകതയും കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സെമി ഫൈനലിൽ ഓസീസ് ഉയർത്തിയ 332 റൺസിന്റെ കൂറ്റൻ സ്കോർ, അത് മികച്ച രീതിയിൽ ബാറ്റേന്തി ഇന്ത്യൻ ഓപ്പണിംഗ് നിര പരാജയപ്പെട്ടപ്പോൾ അവിടെ പിന്നീട് വന്ന ബാറ്റ്സ്മാൻമാർ മികച്ച രീതിയിൽ തന്നെ ബാറ്റേന്തി ഇന്ത്യയെ വിജയത്തിലെത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ജമീമ റോഡ്രിഗസും അതോടൊപ്പം തന്നെ ഹർമൻപ്രീത് കൗറും ചേർന്നുകൊണ്ടാണ് ഇന്ത്യയെ ആ വിജയത്തിലേക്ക് എത്തിച്ചതെന്നാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഈ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ നയിക്കുന്ന ആ ടീമിൽ സ്മൃതി മന്ദാന, ജമീമ റോഡ്രിഗസ്, അതോടൊപ്പം തന്നെ റിച്ച ഘോഷ്, ദീപ്തി ശർമ്മ, നല്ലപുരടി, ചരടി തുടങ്ങിയവരാണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് കരുത്തെന്ന് പറയേണ്ടത്. എന്തായാലും മികച്ച രീതിയിൽ ഒറ്റക്കെട്ടായി തന്നെ ബാറ്റേന്തി അതോടൊപ്പം തന്നെ ബൗൾ ചെയ്ത് കിരീടം നേടാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യൻ ടീം ഉള്ളത്. അതോടൊപ്പം തന്നെ മികച്ച കരുത്തുള്ള ടീമുമായി തന്നെയാണ് ദക്ഷിണാഫ്രിക്കയും ഫൈനലിലേക്ക് എത്തുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയെ തകർത്ത അല്ലെങ്കിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസത്തിലാണ് ദക്ഷിണാഫ്രിക്ക എത്തുന്നത് എന്നതാണ് പറയേണ്ടത്. 4 തവണ ജേതാക്കളായ ഇംഗ്ലണ്ടിനെ 125 റൺസിന് തകർത്താണ് ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ വന്നത് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ക്യാപ്റ്റൻ ലൗറ വോൾവർട്ടും അതോടൊപ്പം തന്നെ നാദിൻ ഡി ക്ലർക്ക്, കൂടാതെ ടാസ്മിൻ ബ്രിഡ്സ്, മാക്കിസാൻ കാപ്പ്, അതോടൊപ്പം തന്നെ മസാബത്ത് ക്ലാസ് ഉൾപ്പെടെയുള്ള താരങ്ങളാണ് ദക്ഷിണാഫ്രിക്കയുടെ പ്രതീക്ഷ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ DY പാട്ടീൽ സ്റ്റേഡിയം അത് ബാറ്റിങ്ങിനെ തുണയ്ക്കുന്ന പിച്ചാണ്. ഇരു ടീമിനും ഈ ബാറ്റിംഗ് പിച്ച് അനുകൂലമാകുന്ന പ്രതീക്ഷയിലാണുള്ളത്. എന്തായാലും ആവേശകരമായ മത്സരത്തിന് കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ.